വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു വലിയ സമ്മേളനം നടന്നു. ഒരു അനുഗ്രഹീതനായ മിഷണറി ആ സമ്മേളനത്തിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. തൻ്റെ ദൈവവചന ശുശ്രൂഷയിൽ ആഫ്രിക്കയെക്കുറിച്ചും അവിടെയുള്ള നരഭോജികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. തൻ്റെ വചന ശുശ്രൂഷയുടെ ഏറ്റവും അവസാനം ആഫ്രിക്കയിൽ നരഭോജികളുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ആ ദൈവത്തിന്റെ വചന ശുശ്രൂഷ കേട്ട് ഒരു യൗവനക്കാരൻ തന്റെ ഹൃദയം കർത്താവിന്റെ വേല ആഫ്രിക്കയിൽ ചെയ്യുവാൻ തീരുമാനിച്ചു. എന്നാൽ നരഭോജികളെക്കുറിച്ചും ആഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ തന്റെ ഉള്ളിൽ വളരെ ഭയം നേരിട്ടു. താൻ പോകണമോ വേണ്ടയോ എന്ന ചിന്ത തന്നെ അലട്ടി. എന്നാൽ പെട്ടെന്ന് താൻ തന്റെ ഡയറി എടുത്ത് അതിൽ പ്രകാരം എഴുതി, ഞാൻ ക്രിസ്തുവിൽ ധൈര്യം കണ്ടെത്തിയിരിക്കുന്നു. ഈ സംഭവത്തിന്റെ പ്രാരംഭ ഭാഗം നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. യോശുവയുടെ പുസ്തകം നാം പരിശോധിച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ചരിത്രം. വളരെ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു യോശുവ ഇസ്രായേലിന്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം, ആവർത്തന പുസ്തകം അതിന്റെ അവസാന ഭാഗത്ത് യോശുവ ഇസ്രായേലിന്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ അവരുടെ മരുഭൂമി യാത്രയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് താൻ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏറ്റവും ശക്തനായ മോശയുടെ നേതൃത്വത്തിൽ ജനം മുന്നോട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് തനിക്ക് ആ നിയമനം ലഭിക്കുന്നത്. ഒരുപക്ഷെ യോശുവ ചിന്തിച്ചു കാണും, തന്നെ ഇസ്രായേലിന്റെ ലീഡറായിട്ട് തെരഞ്ഞെടുത്തത് പെട്ടെന്നാണെന്ന്. എന്നാൽ പെട്ടെന്നുള്ളൊരു നിയമനമായിരുന്നില്ല യോശുവയ്ക്ക് ലഭിച്ചത്. യോശുവയുടെ ജീവിതം പരിശോധിച്ചാൽ തന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ പരിശീലനം നൽകിയിട്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ലീഡറാക്കി മാറ്റിയത്. ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു നല്ല ദൂത് ഇതിന്റെ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ. ദൈവം നൽകുന്ന ചില പരിശീലനങ്ങൾ ചില നിയമനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ജീവിതത്തിൽ ചില പരിശീലനങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നിയമനങ്ങളും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് ദൈവാത്മാവിന്റെ നിറവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ പരിശീലനത്തിൽ കൂടി കടന്നുപോയൊരു വ്യക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, ഡോക്ടർ വില്യം കേറിയാണ്. ജീവിതത്തിന്റെ ഏറ്റവും കഠിന ശോധനകളിൽ കൂടി താൻ കടന്നുപോയെങ്കിലും ഏറ്റവും വലിയൊരു നിയമനം തന്നെ കാത്തിരുന്നു. ജീവിതത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ദൈവം ഒരുക്കുന്ന പരിശീലനമാണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം തകർന്നു പോകത്തില്ല. നാം ക്രിസ്തുവിൽ സന്തോഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന പരിശീലനങ്ങൾ ചില നിയമനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഏറ്റവും അപ്രതീക്ഷിതമായി ഇസ്രായേലിന്റെ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ മുന്നോട്ടുള്ള ഗമനം എന്തായി തീരുമെന്ന് ആകുലപ്പെടുമ്പോൾ ദൈവം കൊടുത്തൊരു കൽപ്പനയാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. വേദപുസ്തകം പരിശോധിച്ചാൽ ഇതൊരു കൽപ്പനയായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശയോട് ദൈവം കൽപ്പിച്ചു, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. യോശുവയോട് ദൈവം കൽപ്പിച്ചു, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. നമ്മോടും ദൈവം കൽപ്പിക്കുന്നു, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. എന്തുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുവാൻ ദൈവം കൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഉറപ്പിന്റെയും ധൈര്യത്തിന്റെയും ഉറവിടം ദൈവമാണ്. ദൈവം അതിന്റെ ഉറവിടമാകിയാൽ ജീവിതത്തിന് മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ 3 കാരണങ്ങൾ, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുവാൻ 3 കാരണങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്തുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. യോശുവയുടെ പുസ്തകം പരിശോധിച്ചാൽ ദൈവം തന്റെ വാഗ്ദത്തത്തോട് കാണിക്കുന്ന വിശ്വസ്തത നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് ഇസ്രായേൽ ജനം ഇറങ്ങിത്തിരിക്കുന്നു.
എന്നാൽ യോശുവയുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം അവർക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇസ്രായേൽ ജനം ഇറങ്ങിത്തിരിച്ചത് വാഗ്ദത്തം കേട്ടിറങ്ങിയിട്ടാണ്. എന്നാൽ അവരുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ചെങ്കടൽ, യോർദാൻ, എരിഹോ, ശത്രുക്കൾ, ഒരുപാട് തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴും അവരെ ഉറപ്പിച്ചത് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളായിരുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ നമ്മെ വാഗ്ദത്തങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയല്ല, പകരം ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന തടസ്സങ്ങൾ നമ്മെ വാഗ്ദത്തത്തോട് അടുപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ നമുക്ക് യോസഫിന്റെ ജീവിതം കാണുവാൻ കഴിയും. യോസഫിന്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നു. പൊട്ടക്കിണർ വന്നോ, അടിമച്ചന്ത വന്നോ, അടിമ വേല ചെയ്യേണ്ടി വന്നോ, ചെയ്യാത്ത തെറ്റിന് കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ വന്ന തടസ്സങ്ങളൊക്കെയും തന്റെ വാഗ്ദത്തത്തോട് അടുപ്പിക്കുന്നതായിരുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിട്ടുമാറില്ല. അവൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നിർജീവമായി പോയ അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ അസാധ്യമായെന്ന് നാം കരുതുന്ന മണ്ഡലങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഏറെ വൈകിപ്പോയി എന്ന് നാം ചിന്തിക്കുന്ന സന്ദർഭങ്ങളായിരിക്കാം. പക്ഷേ വൈകിപ്പോയെന്ന് കരുതിയ, അസാധ്യമെന്ന് കരുതിയ, നിർജീവമായി പോയി എന്ന് കരുതിയ അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്ത് വാഗ്ദത്തത്തെ നിവർത്തിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ഏകദേശം 7 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ഭാരപ്പെടുകയായിരുന്നു. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു, രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 2019 ആരംഭത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് ഒരു വാഗ്ദത്ത വാക്യം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ സഭയ്ക്ക് കൊടുക്കുവാൻ ഒരു വാഗ്ദത്തം നീ എനിക്ക് തരണം. ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നു. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. 2019 ആരംഭം മുതൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആ വാഗ്ദത്ത വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 2019 ഡിസംബർ മാസമായപ്പോൾ എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ നൽകുവാനിടയായി തീർന്നു. ജൂൺ മാസം 26-ാം തീയതി ഒരു നല്ല കുഞ്ഞിനെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിച്ചു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ പല മണ്ഡലങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളവരാ നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോയാലും ദൈവം മറക്കത്തില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ തന്നെയാണ്. പ്രതികൂലങ്ങൾ മുന്നിൽ വരുമ്പോൾ വാഗ്ദത്തം മറന്നു പോകണ്ട, ദൈവം വിശ്വസ്തനാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശക്തിയായ വനിത, ഒരു നീന്തൽ വിദഗ്ധ, കാറ്റലീന ദ്വീപ് മുതൽ കാലിഫോർണിയ വരെ നീന്തി റെക്കോർഡിടുവാൻ തീരുമാനിച്ചു. താൻ നീന്തി കിടക്കുവാൻ ആഗ്രഹിച്ച ദിവസം അനേകം മാധ്യമങ്ങൾ അവിടെ എത്തി, വലിയ ജനക്കൂട്ടം അവിടെ എത്തി. എന്നാൽ ശക്തമായ മൂടൽമഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവർ തന്റെ നീന്തൽ ആരംഭിച്ചു. കുറെ മുന്നോട്ട് പോയി, പക്ഷെ മുന്നോട്ട് നീങ്ങുവാൻ തനിക്ക് കഴിഞ്ഞില്ല. തിരികെ വന്ന് തന്നെ കാത്തിരുന്ന മാധ്യമങ്ങളെ നോക്കിക്കൊണ്ട്, സോറി, എനിക്ക് നീന്തുവാൻ കഴിയുന്നില്ല, ശക്തമായ മൂടൽമഞ്ഞ് അക്കരെ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ചില നാളുകൾക്ക് ശേഷം അവർ തന്റെ ശ്രമം വീണ്ടും ആവർത്തിക്കുവാൻ തീരുമാനിച്ചു. തീയതി തീരുമാനിച്ചു. എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തി, വലിയ ജനക്കൂട്ടം അവിടെ എത്തി. എന്നാൽ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ അധികമായ മൂടൽമഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. സാഹചര്യം കൂടുതൽ കഠിനമായി. എന്നാൽ തന്റെ യാത്ര തുടങ്ങി. താൻ നീന്തി കാലിഫോർണിയയിലെത്തി. അനേകം മാധ്യമങ്ങൾ അവരുടെ അരികിൽ വന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായ മൂടൽമഞ്ഞുണ്ടായിരുന്നു, തടസ്സമുണ്ടായിരുന്നു, എന്നിട്ടും നിങ്ങൾക്കെങ്ങനെ നീന്തിക്കിടക്കുവാൻ കഴിഞ്ഞു? ആ ശക്തിയായി വലുത് പറഞ്ഞ മറുപടി ഏറ്റവും ശ്രദ്ധേയമാണ്. വലിയ മൂടൽമഞ്ഞ് തടസ്സമായിട്ടുണ്ടായിരുന്നു, എങ്കിലും ആ മൂടൽമഞ്ഞിനപ്പുറം ഒരു കാലിഫോർണിയ ഉണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. കാർമേഘത്തിന്റെ ഉള്ളിലും മിന്നുന്ന സൂര്യശോഭ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തന്ന വാഗ്ദത്തങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ജീവിതം കടന്നു പോകുന്നത്. പക്ഷേ ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെ അവൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ശക്തനാണ്.
എന്തുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം? ഒന്നാമത്തെ കാരണം, വാക്തത്വം ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ദൈവത്തിന്റെ വചനം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ലീഡറായി തീർന്ന യോശുവെ നോക്കിക്കൊണ്ട് ദൈവം കൽപ്പിക്കുന്ന ഒരു ദൂതുണ്ട്: ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അനേക ദൈവദാസന്മാർ ഒരുപക്ഷെ ഈ ലൈവ് ശ്രദ്ധിക്കുന്നുണ്ടാക്കും, അനേക ദൈവമക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാക്കും. വിളിച്ച ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ഒരു നല്ല ദൂത്: ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പൗലോസ് പറഞ്ഞ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാ: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ലാതെ ജനത്തിന് പകരുവാൻ ദൈവദാസന്മാർ ശ്രമിക്കരുത്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമായി ദൈവവചനത്തിന് ശരണപ്പെടുന്നുവെങ്കിൽ, ദൈവവചനത്തെക്കുറിച്ച് പ്രകാരം പറയുന്നു: അത് ഹിമമാണ്, അത് മഴ പോലെയാണ്, അത് ഫലപുഷ്ടമാക്കി തീർക്കും. ദൈവവചനം വാളാണ്, ബന്ധനങ്ങളെ അത് അറുത്തു മാറ്റും. ദൈവവചനം ചുറ്റികയാണ്, അത് ചിലതിനെ ഉടച്ചു മാറ്റും. ദൈവവചനം തീയാണ്, അത് ചിലതിനെ ഒരുക്കി മാറ്റും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതുമുള്ളവായെങ്കിൽ ശൂന്യതകളെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ വചനം കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഏത് സാഹചര്യത്തിലും നമ്മെ വഴി നടത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. 3-ാമത്തെ കാരണം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഇസ്രായേൽ ജനം ഇറങ്ങി തിരിച്ചപ്പോൾ അവർ കേട്ടത് മോശയുടെ ശബ്ദമായിരുന്നു, അവർ അനുസരിച്ചത് മോശയുടെ വാക്കുകളായിരുന്നു. അവർ മുന്നോട്ട് നീങ്ങി. എന്നാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ ആശ്രയിച്ചിരുന്ന, അവർ കേട്ടിരുന്ന മോശയുടെ ശബ്ദം അവിടെ നഷ്ടമായി. മോശ അവരെ വിട്ടുപോയി. ഏക ആശ്രയമായിരുന്ന മോശ അവരെ വിട്ടുപോയി വളരെയധികം ഭാരത്തോടായിരിക്കുമ്പോൾ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: ദൈവം അവർക്കൊരു വാഗ്ദത്തം കൊടുത്തു: ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിങ്ങളോട് കൂടെയുണ്ട്. നയിച്ചവർ മാറിപ്പോകാം, വിളിച്ചവന് മാറ്റമില്ല, വിളിച്ചവൻ വിശ്വസ്തനാണ്. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിങ്ങളോട് കൂടെയുണ്ട്. എന്താ അതിന്റെ അർത്ഥം? മോശയിൽ കൂടി നടന്ന അത്ഭുതങ്ങളൊക്കെയും മോശയുടെ കഴിവല്ലായിരുന്നു, അതിനേക്കാൾ അപ്പുറമായി മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ശക്തിയായിരുന്നു. മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ യോശുവയോട് കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോശയുടെ കാലത്ത് നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും യോശുവയുടെ കാലത്തും ഉണ്ടാകും. ദൈവമക്കളെ, ഗിദെയോൻ പറഞ്ഞു: ഞാൻ എളിയ കുടുംബമാണ്, ഞാൻ ചെറിയ കുടുംബത്തിൽ അംഗമാണ്. ദൈവത്തിന് മറുപടി: ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെരമ്യാവ് പറഞ്ഞു: ഞാൻ ബാലനാണ്, എനിക്കൊന്നിനും കഴിവില്ല. പക്ഷേ ദൈവത്തിന്റെ മറുപടി: ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ കുലം അത് പ്രശ്നമല്ല, നമ്മുടെ വിദ്യാഭ്യാസം അതൊരു വിഷയമല്ല. ഏറ്റവും വലുത് ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരു സാധാരണ അടിമയായിരുന്ന, ഒരു സാധാരണ നീഗ്രയായിരുന്ന വില്യം സെയ്മൂറിനെ അസൂസയിലെ ഉണർവിന് വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിച്ചെങ്കിൽ, വെറും സാധാരണക്കാരനായിരുന്ന ഇവാൻ റോബർട്ട്സിനെ വെയിൽസിലെ ഉണർവിന് ദൈവം ഉപയോഗിച്ചെങ്കിൽ, സാധാരണക്കാരുടെ കൂടെ അസാധാരണക്കാരനായ ദൈവമുണ്ടെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു കഥ ഇപ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്. മഞ്ഞ് വീടുന്ന ഒരു രാജ്യത്തിൽ ഒരു കുഞ്ഞ് തന്റെ പിതാവിന്റെ അരികിൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: പപ്പ, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നു, അവന്റെ ബർത്ത്ഡേക്ക് എനിക്ക് പോകണം. ആ പിതാവ് ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു: മോനെ, നല്ല മഞ്ഞ് വീടുന്നുണ്ട്, നിനക്ക് പോകുവാൻ കഴിയത്തില്ല, നീ പോകണ്ട. പക്ഷെ കുഞ്ഞ് വീണ്ടും വാശി പിടിച്ചു: അപ്പ, എനിക്ക് പോയേ പറ്റൂ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് അവിടെ പോകണം. അവസാനം ഈ കുഞ്ഞിന്റെ വാശി അധികം വർദ്ധിച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞു: ശരി, നീ പോയിക്കോ. അങ്ങനെ ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ആവേശത്തിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി: വഴി കാണുവാൻ കഴിയുന്നില്ല, അതികഠിനമായ മഞ്ഞ് വീഴ്ചയാണ് അവിടെയുള്ളത്. ഏകദേശം തപ്പിത്തടഞ്ഞ് വളരെയധികം ഭയത്തോടെ ആ കുഞ്ഞ് യാത്ര തിരിച്ചു. ഒടുവിൽ ഭാഗ്യവശാൽ ആ കുഞ്ഞ് തന്റെ കൂട്ടുകാരന്റെ വീട്ടിലെത്തി. വളരെയധികം സന്തോഷത്തോടെ
താൻ കടന്നുപോയ പാത എത്രയധികം ഭീകരമായിരുന്നു എന്നറിയുവാൻ ആ കുഞ്ഞൊന്ന് തിരിച്ചു നോക്കി. താൻ തിരികെ നോക്കിയപ്പോൾ ആരോ ഒരാൾ തന്നിൽ നിന്ന് ഓടി മറയുന്നത് താൻ കണ്ടു. ഒരു കാര്യം മനസ്സിലായി, അത് വേറെ ആരുമല്ല, തന്റെ പിതാവാണ്. താൻ നടന്നുപോയ പാതയിൽ ആരുമില്ല എന്ന് കരുതിയെങ്കിലും താൻ പോലും അറിയാതെ തന്റെ പിതാവ് തന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ എന്നെ കാണുവാൻ ആരുമില്ലെന്നും എന്റെ അവസ്ഥ അറിയുവാൻ ആരുമില്ലെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങൾ പോലും അറിയാതെ ഒരു നല്ല അപ്പൻ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. അവൻ തള്ളിക്കളയുന്നവനല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദാവീദ് പ്രകാരം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ സംഭവം, അതിന് ഒരു കൺക്ലൂഷൻ ഇട്ട് ഞാൻ ഈ ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലണ്ടനിലെ ശക്തമേറിയ ദൈവവചന ശുശ്രൂഷ കേട്ട് ആഫ്രിക്കയിൽ ശക്തമേറിയ വേല ചെയ്യുവാൻ ഇറങ്ങി തിരിച്ച ആ ദൈവദാസൻ തന്റെ യാത്രയുടെ ആരംഭഘട്ടം മുതൽ വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടു, വല്ലാത്ത പ്രതികൂലങ്ങൾ നേരിട്ടു. തിരികെ പോയാലോ എന്ന് താൻ ചിന്തിച്ചു. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ആ സന്ദർഭത്തിൽ താൻ വീണ്ടും ആ ഡയറി എടുത്തു. താൻ ഒന്നുകൂടി ഒന്ന് നോക്കി. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ തന്നെ ബലപ്പെടുത്തി. ഞാൻ ക്രിസ്തുവിൽ ധൈര്യം കണ്ടെത്തിയിരിക്കുന്നു. ആ വ്യക്തി ആഫ്രിക്കയിൽ ചെന്നു, നരഭോജികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. ഏറ്റവും ഇരുണ്ട ഭൂഖണ്ഡത്തെ വെളിച്ചമാക്കി തീർക്കുവാൻ തന്റെ ആയുസ് മുഴുവനും താൻ കൊടുക്കുകയുണ്ടായി. അത് വേറെ ആരുമല്ല, ലോകപ്രസിദ്ധനായ ഡേവിഡ് ലിവിങ്സ്റ്റൺ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈവ് മെസ്സേജ് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തിക ഉറവകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. മുന്നോട്ട് എങ്ങനെയാകുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ദൈവം വിശ്വസ്തനാണ്. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. ദൈവവചനത്തിൽ ആശ്രയിക്കാം. ദൈവ സാന്നിധ്യത്തെ നമുക്ക് രുചിച്ചറിയാം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത നമ്മുടെ നല്ല നാഥൻ നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.